ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഉച്ച വരെയുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചതാ. അപ്പോൾ പാപ്പുമോളെ പുറത്തേക്കൊക്കെ കിട്ടീന്. സമയം ഒരു 6:15 ആയിട്ടോ. അപ്പോൾ സിനേട്ടൻ കുളിക്കാൻ കയറി. അമ്മ വാതിൽ തുറന്നിട്ട് പാപ്പുവിനെ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടതാട്ടോ. അവരുടെ അകത്താണല്ലോ പാപ്പു രാത്രിയിൽ ഉറങ്ങുക. അപ്പം പിന്നെ ഞാൻ അവളെ പുറത്ത് കൊണ്ടുപോയി ചങ്ങലൊക്കെ ഇട്ട്, കാരണം അവൾക്ക് അപ്പിടാനൊക്കെ ഉണ്ടാകും. അപ്പം അതിനൊക്കെ പുറത്ത് ചങ്ങലൊക്കെ ഇട്ട് വെച്ചാൽ അവൾ അങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി ആദ്യം തന്നെ ചായക്കൊക്കെ വെള്ളമൊക്കെ ഗ്യാസുമ്മൽ വെച്ച് എന്നിട്ടാണ് പാപ്പുവിനെ കെട്ടാൻ പോയത്. അപ്പോൾ പാപ്പു അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വന്നിന് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മളെ ചായക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൽ പൊടിയിട്ട് കൊടുത്ത് കേട്ടോ. ഇനി ഈ പച്ചരി ഒന്ന് അരയ്ക്കണം. ഞാൻ കുത്തപ്പം ചൂടാന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഗ്യാസുമ്മലല്ല കുത്തപ്പം ചൂടണത്, അടുപ്പിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പത്തെ വെണ്ണീരൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കണം. ഇന്നലെ കത്തിച്ച വെണ്ണീരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വാരി എടുക്കുകയാണ് കേട്ടോ. അധികം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാതെ അടുപ്പ് തന്നെ കത്തിക്കണോണ്ടേ നല്ലോണം വെണ്ണീര് വാരാണ്ടാവും കേട്ടോ. ചോറ് മാത്രമല്ലല്ലോ അടുപ്പത്ത് വെക്കണത്, എല്ലാ സാധനം വെക്കും. രാവിലെ ചായേൻ്റെ പരിപാടി മാത്രമേ ഇപ്പം നമ്മൾ ഗ്യാസുമ്മൽ വെക്കുള്ളൂ. കാരണം ഗ്യാസ് ഒന്ന് കൂടുതൽ നീണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ അല്ലേ തിരക്കുള്ളത്, കുട്ടികൾക്ക് സ്കൂളിൽ പോക്കും സിനേട്ടന് പണിക്കോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് രാവിലെയാണ് ഗ്യാസ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പം ഞാൻ വീട്ടിലുണ്ടാകുമ്പം മൊത്തം അടുപ്പം വെച്ചിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കുക. ഞാനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതായത് അടുപ്പ് കുറച്ച് ദിവസമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കരി പോലെ പിടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ആ സ്റ്റീലിൻ്റെ കമ്പി ഇട്ടിട്ട് കഴുകണതാണ്. അപ്പോൾ പാത്രം കഴുകണ കമ്പിച്ചണ്ടി ഇട്ടിട്ട് കഴുകും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ നമ്മൾ അടുപ്പ് നല്ല വൃത്തിയിൽ അവിടെ കിടക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ചില സമയം ഇത് പോവുകയേ ഇല്ല. എന്നാലും പറ്റുന്നിടത്തോളം ഞാൻ ഉരതി പോക്കിയിട്ട് വിമ്മിട്ടിട്ടാണ് ഉരത്. അങ്ങനെ വിമ്മിട്ടിട്ട് ഇങ്ങനെ ഉരതി പോക്കുമ്പോൾ പെട്ടെന്ന് പോകും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ഇനി അതൊന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്നിങ്ങനെ തുടച്ച് അങ്ങോട്ട് എടുക്കും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അടുപ്പിലേക്ക് വെള്ളമൊന്നും ആവില്ല. ആ നനച്ച തുണി കൊണ്ട് സോപ്പും വിമ്മിൻ്റെ ആ ഒരു പതയൊക്കെ അങ്ങോട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൻ്റെ മുകളിൽ പത്തിരിച്ചട്ടി വെക്കണം. പത്തിരിച്ചട്ടിയിലാണല്ലോ നമ്മൾ കുത്തപ്പം ഉണ്ടാക്കുക. അപ്പം അമ്മ അകത്തേക്ക് തന്നെ പോയിന്. ഞാൻ പാപ്പുവിനെ പിന്നെ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റി മുമ്പിലെ വാതിലൊക്കെ അടച്ച് ഡൈനിങ് ഹാളിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടോ. അപ്പോൾ അവൾ അവിടെ മേശൻ്റെ തൊട്ട് പോയി കിടക്കും, അല്ലെങ്കിൽ ഞങ്ങളെ കട്ടിലിൻ്റെ മുകളിൽ പോയി കിടക്കും സിനേട്ടൻ കുളിച്ച് വരുന്നതും നോക്കിയിട്ട്. അപ്പോൾ ഇനി എനിക്ക് കുത്തപ്പം ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഈ അരി അരയ്ക്കണം. അരി അരയ്ക്കാൻ വേണ്ടി അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അപ്പോഴേക്ക് തീ ഒന്ന് പിടിപ്പിച്ചിട്ട് പോവാച്ചിട്ടാണ്. അല്ലെങ്കിൽ അരി അരച്ച് വരുമ്പോഴേക്കും നമ്മളെ ചട്ടി ചൂടാവില്ല. ഇതാകുമ്പം തീയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് പോയാൽ അരി അരച്ച് കഴിയുമ്പോഴേക്കും ചട്ടി നല്ലോണം ചൂടാകും. ചട്ടി നല്ലോണം ചൂടായാൽ മാത്രമേ നമ്മളെ കുത്തപ്പം ഒന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. പല നാട്ടിലേക്കും പല പേരാവും പറയുക. ഓട്ടട എന്നും പറയൂ കേട്ടോ. ഇവിടെ ഞങ്ങൾ കുത്തപ്പം എന്നാണ് പറയുക. നമ്മളെ കോഴിക്കോടേക്ക് ഇങ്ങനെയാണ് പറയുക. പക്ഷേ മാറ്റി പറയണവരുണ്ടായിരിക്കും കേട്ടോ. എനിക്കതിനെപ്പറ്റി വലിയൊരു അറിവൊന്നുമില്ല. അപ്പം ഞാൻ പറയണ കാര്യം എനിക്ക് അറിയണ പേര് ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ, വേഗം തീ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്ന് കത്തിക്കോളുമല്ലോ. കുറച്ച് ഓലക്കൊടിയും വെച്ച് കൊടുത്തു. പിന്നെ അമ്മ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്ന പോളയാണ് കേട്ടോ. അത് ആ പോള വെച്ച് കൊടുത്താലും പെട്ടെന്ന് തീ പിടിക്കും. അപ്പോൾ വേഗം പത്തിരിച്ചട്ടിയൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടോ. ഇനി ഇത് നല്ലോണം ചട്ടി ഇങ്ങനെ ചൂടായി കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അരി അരയ്ക്കാം. ഈ ചട്ടി ചൂടായില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്റ്റേക്കാട്ടോ. കുത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചാൽ ഒരു വേവാത്ത പോലെ വരും. അപ്പോൾ അത് തിന്നാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോൾ കുത്തപ്പം ചുടുകയാണെങ്കിലും ഞാൻ ആദ്യം ഈ പത്തിരിച്ചട്ടി ഇങ്ങനെ വെച്ച് കത്തിച്ചിട്ടിട്ട് പോകട്ടോ. അത് അമ്മയായാലും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ നല്ല 2 വിറകും വെച്ച് കൊടുത്ത്. കാരണം ഇത് നല്ല കണലിൽ വെന്ത് ഇങ്ങനെ പൊള്ളയായിട്ട് വരുന്നതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ സാമഗ്രികളും ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം അരി അരയ്ക്കാൻ പോകാനായിട്ട്. അപ്പോൾ നന്ദമോൾക്ക് കോളേജുണ്ട്, അബിക്ക് കോളേജുണ്ട്, അമ്മയ്ക്ക് പണിയില്ല, സിനേട്ടന് പണിയുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തിങ്ങനെ പോവല്ലേ. അപ്പോൾ അത് അരി അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നന്ദമോൾ എണീച്ച് വരാൻ സമയമായിരുന്നു. നന്ദമോൾക്കും പോകണം. സിനേട്ടൻ പോകുമ്പോൾ സിനേട്ടൻ്റെ ബൈക്കിന് അങ്ങോട്ട് കയറി പോവുക ചെയ്യാം. ബസ് സ്റ്റോപ്പ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് പോവലിട്ടോ. അപ്പം അരി അരയ്ക്കാൻ വേണ്ടി നിന്ന് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പോയി റോക്കിമോൻ്റെ കൂടൊക്കെ ഒന്ന് തുറന്നിട്ട്, റോക്കിമോൻ്റെ കൂട് രാത്രിയിൽ ഷീറ്റൊക്കെ വെച്ച് മറച്ചു കൊടുക്കും. ഓൻ അങ്ങനെയൊക്കെ മറച്ചു കൊടുത്താലേ ഉറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ഊരി ശരിയാക്കി കൊടുത്ത്. അപ്പോൾ അടുക്കളയിലേക്ക് നോക്കി കിടക്കേണ്ട. അപ്പോൾ നന്ദു ഉറങ്ങിണീച്ച് വന്ന്. ഇന്നും അത്യാവശ്യം തണുപ്പുള്ളൊരു ദിവസം. രാവിലെ വാതിൽ തുറന്നപ്പോഴൊക്കെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നന്ദുവിന് തണുത്തിട്ട് നന്ദു ഒന്ന് ചൂടാക്കാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ ഇനി പല്ലേക്കാനും കുളിക്കാനും ഒക്കെ പോകണം ആൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. കുത്തപ്പൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവരുടെ പണികളും കഴിഞ്ഞ് എല്ലാവരും വരട്ടെ വിചാരിച്ച് അങ്ങനെ അരി അരയ്ക്കുകയാണേ. അവിടെ നമ്മളെ ചട്ടി ഏകദേശം ചൂടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചൂടായപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിയിലേക്ക്, അല്ലെങ്കിൽ ചട്ടി പൊട്ടി തെറിക്കില്ലേ. അപ്പോൾ കുറച്ച് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ വേഗം തേങ്ങ ചിരവാൻ നിന്നിട്ടോ. തേങ്ങ ചിരവണത് നമ്മൾ ഈ മാവിലേക്ക് കൂട്ടി ഇടാൻ വേണ്ടിയിട്ടാണ്. കുത്തപ്പത്തിലേക്ക് തേങ്ങ ചിരവിയിട്ടിട്ട് നമ്മൾ കുത്തപ്പം ചുട്ടാൽ നല്ല രസമാട്ടോ അത്. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നാൽ നല്ല രസമാണ്. പാകത്തിന് ഉപ്പും. ചിലർ ചോറൊക്കെ അരയ്ക്കും, ഞാൻ അധികം ചോറ് അങ്ങനെ അരയ്ക്കലില്ല കേട്ടോ. ചോറ് അരച്ചാലും നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പൊന്തി വരും. എല്ലാവരും നല്ല അരിക്ക് നല്ല അരവ് കിട്ടിയാലും നല്ല സ്മൂത്തായിട്ട് പൊന്തി വരും കേട്ടോ നമ്മുടെ കുത്തപ്പം. അപ്പോൾ ഞാൻ ചോറൊന്നും അരച്ചില്ല, ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരവിയിട്ട് പച്ചരി അരച്ചതിലേക്ക് തേങ്ങ ചിരവിയിട്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പ് പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. എന്നിട്ട് നല്ല ചൂടായ ചട്ടിയിൽ ഒഴിക്കണം. അങ്ങനെ നമ്മളെ കുത്തപ്പത്തിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. ഇതിലേക്ക് കറി സ്പെഷ്യലായിട്ട് കറിയൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ രാത്രിയിൽ വെച്ച മത്തിക്കറി ഉണ്ട് ഇനി, അപ്പോൾ ആ മത്തിക്കറി കൂട്ടിയിട്ട് കുത്തപ്പം തിന്നാൻ വിചാരിച്ചിട്ടോ. മത്തിക്കറി കൂട്ടി കുത്തപ്പം തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് മധുരമുള്ള ചായേൻ്റെ കൂടെ കുടിക്കാനും തിന്നാനും നല്ല രസമാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ മക്കൾ വല്ലാതെ തിന്നൂല കേട്ടോ, പിന്നെ ഞാനും അമ്മയാണ് ഇത് പിന്നെയും തിന്നുക. സിനിമേട്ടനും വലിയൊരു താല്പര്യമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊരു വെറൈറ്റിക്കൊക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കണതാണ് കേട്ടോ. അങ്ങനെ കുത്തപ്പത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുത്ത് ചട്ടിയൊക്കെ നല്ല ഉഷാറായിട്ട് ചൂടായിന്. അപ്പോൾ ഒരു കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കുള്ളൂ, കൂടുതൽ ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടി വരും. ഇത് നമ്മൾ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഓവറായിട്ട് കട്ടിയൊന്നും വരില്ല, നല്ല പാകത്തിന് കിട്ടും. അപ്പോൾ അത് നമുക്ക് തിന്നാനും നല്ലൊരു സുഖം ഉണ്ടാവും. അപ്പോൾ നന്ദമോൾ പല്ലേക്കാൻ വേണ്ടി ബ്രഷൊക്കെ എടുത്ത് നടക്കുക കേട്ടോ. ഈ ബ്രഷ് എടുത്ത് നടക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊക്കെ തന്നെ ഉള്ളൂ, സമയം ആവണവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കും. എന്നിട്ട് പോവാൻ നേരത്തെ ഒരു തിക്കും തിരക്കും കൂട്ടലാട്ടോ. ഏതായാലും നമ്മളെ കുത്തപ്പം റെഡി ആയിന്, നല്ല ഉഷാറായിട്ട് പൊന്തി വന്നിട്ട് ഞാൻ ഒന്നിതായി പഠിച്ചോനെ. മാവ് ഒഴിക്കുമ്പോൾ തന്നെ ഒരു ബേജാറാണ്, ഇത് നന്നാവില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആട്ടോ. ചില സമയം ഫസ്റ്റത്തത് നന്നാവില്ല, പക്ഷെ ഇന്ന് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടോ, കാരണം ചട്ടി നല്ല ചൂടായതുകൊണ്ടാണ്. പിന്നെ കൂടെ നമ്മളിങ്ങനെ തീ കത്തിക്കുമ്പോഴേ ചട്ടി നല്ലോണം ചൂടാകുമ്പോൾ അതിനനുസരിച്ച് ഈ കുത്തപ്പം നന്നായി വരും കേട്ടോ. ഇതിന് മെയിൻ പ്രശ്നം എന്താ, നമ്മളെ ചട്ടി ചൂടാവണം. അപ്പം ഞാൻ അമ്മ എണീച്ച് വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞതാട്ടോ. അമ്മ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും എൻ്റെ ചായ ഇവിടെ റെഡിയായിന്, കുത്തപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മനോട് ഫ്രിഡ്ജിൽ നിന്ന് കറി എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് വേഗം ഗ്യാസുമ്മൽ വെച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ പാപ്പുമോൾ അവിടെ എണീച്ച് നടക്കുന്നുണ്ട്. നമ്മൾക്ക് മത്തിക്കറി ഫ്രിഡ്ജിൽ വെച്ചോ അത് ഭയങ്കരമായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാവാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ സിനേട്ടനോടൊരു കാര്യം പറയാൻ വേണ്ടി അടുക്കളയിലേക്ക് വിളിച്ചപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. സിനേട്ടൻ പോകാൻ വേണ്ടി റെഡിയായി, ബാഗും ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ സിനേട്ടനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ സിനേട്ടൻ അതിനുള്ള മറുപടി പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചിരിയായി. അപ്പോൾ നന്ദുമോളുണ്ട് ജനവാതിലിൻ്റെ അപ്പുറത്തൊത്ത് നോക്കണം. അപ്പോൾ നന്ദുമോളോട് വേഗം പല്ലേച്ച് വാടി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ട് കുറച്ച് ചിരിച്ചൊക്കെ ചെയ്ത് പിന്നെ അമ്മ ചായ മധുരം ഇടാൻ വേണ്ടിയിട്ട് വരികയാണ്. സിനേട്ടന് ചായ എടുക്കണം. അപ്പോൾ രണ്ടാളും പോകാൻ വേണ്ടി റെഡി ആവണം. നന്ദുമോളെ പല്ലേക്കൽ ഇതുവരെ കഴിഞ്ഞില്ല, പക്ഷേ സിനേട്ടനെ മാറ്റലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അമ്മ ജനാലിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് പറയുക വേഗം വന്ന് മാറ്റിക്കോ എന്നൊക്കെ പറയാം. പക്ഷെ ആൾ പല്ലേച്ച് ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോഴാണ് ബ്രഷ് കുത്തിയിട്ട് ചുണ്ടൊക്കെ പൊട്ടി ചോരൊക്കെ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ തണുപ്പായിട്ടേ നമുക്ക് ചുണ്ടിനൊക്കെ ഒരു ഇതാണല്ലോ, അപ്പം ചുണ്ടിൻ്റെ അവിടെ ഇത്തിരി തോലൊക്കെ പോയി ആൾക്ക് ബ്രഷ് പറ്റിയിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിനേട്ടനോട് പോകല്ലേ, എൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ പറയാം കേട്ടോ. സിനേട്ടൻ വണ്ടിയൊക്കെ ഒന്ന് മൂടിയതൊക്കെ ഒന്ന് അയച്ച് മാറ്റിയാണ്. പാപ്പു അതൊക്കെ നോക്കി അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഈ പാപ്പുവിന് അങ്ങനെയാട്ടോ, നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ പാപ്പു പുറത്തേക്ക്, നമ്മളകത്തേക്ക് പോവുകയാണെങ്കിൽ പാപ്പു അകത്തേക്ക്, അതാണ്. അപ്പോൾ ഈ സിനേട്ടൻ എവിടെയാണുള്ളത് വെച്ചാൽ പാപ്പു അവിടെ ഉണ്ടാവും കേട്ടോ. സിനേട്ടൻ പോണവരെ ഭയങ്കര സ്നേഹമാണ് കണ്ടോ. എന്തായിക്കാലും ഒരു പ്രശ്നമില്ല, അവൾക്ക് നമ്മളെല്ലാവരും എവിടെയുള്ളത് അവിടെ വന്നിരിക്കണം, അതാണ് ഏറ്റവും വലിയ താല്പര്യം പാപ്പുവിന്. അപ്പോൾ നന്ദു അത് പൊട്ടിയിട്ട് ചോര വരുന്നുണ്ട്, ചുണ്ട് പൊട്ടിയിട്ട് ചോര വരുന്നുണ്ട് പറഞ്ഞപ്പോൾ സിനേട്ടൻ പോയി നോക്കിയത്. അപ്പോൾ നല്ല ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്, ബ്രഷ് വെച്ചതാട്ടോ. അപ്പോൾ ഞാനൊരു ഹായ് പറയാറുണ്ടപ്പോൾ ഒരു ഹായ് പറഞ്ഞതാണ്. അപ്പം നന്ദു ഒരു ഹായ് പറഞ്ഞതാണ്. അപ്പോൾ ഇനി പോകാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഇനി ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ ചായയൊക്കെ കുടിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറയാട്ടോ. അപ്പോൾ ഇനി ചായയും കുടിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാളും അങ്ങോട്ട് ഇറങ്ങും. അപ്പം നമ്മളെ കുത്തപ്പം ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ആവും കേട്ടോ. ഇത് ഒരുപാട് താമസമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാനേ. ഇത് നല്ലൊരു എളുപ്പമുള്ള പണിയാണ് കേട്ടോ. ചട്ടി ചൂടായാൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയൊരു അപ്പമാണിത്, തിന്നാനും രസം. അപ്പം ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് രസം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇതിന് മുന്നേ ഞാൻ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ അല്ലേ. അങ്ങനെ സിനേട്ടന് ഇതാ 2 കുത്തപ്പം കൊടുത്താലും ഒരു കുത്തപ്പേ തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ മീൻകറി എടുക്കട്ടെ ചോദിച്ചിട്ട് എനിക്ക് മീൻകറി വേണ്ട, രാവിലെ മീൻ തിന്നാൻ എന്തോ പോലെയാണ് പറഞ്ഞിട്ട് മീൻകറി വേണ്ട പറഞ്ഞിട്ട് വെറും കുത്തപ്പവും കട്ടൻ ചായയും കുടിക്കാം കേട്ടോ. അപ്പോൾ എന്താണ്
അങ്ങനെ രാവിലെ മീൻ കൂട്ടിയാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അതെന്താവോ രാവിലെ അങ്ങനെ വല്ലാണ്ട് മീൻ കൂട്ടില്ല കേട്ടോ. ഞങ്ങളൊക്കെ മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് തിന്നും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി അവിടെ ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മത്തിക്കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്ക് നന്ദു മാറ്റിയൊക്കെ വന്ന് ഷൂ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സിനേട്ടൻ്റെ ചായയുടെയൊക്കെ ഏകദേശം കഴിഞ്ഞിന്. അപ്പോൾ നന്ദുവിന് ഷൂ കെട്ടി കൊടുക്കണമെങ്കിൽ സിനേട്ടൻ വേണം കേട്ടോ. ഓളാണ് ആദ്യം കെട്ടി പോകലൊക്കെ. ഇപ്പോൾ സിനേട്ടൻ വന്നാലേ പിന്നെ സിനേട്ടൻ കെട്ടി കൊടുക്കണം. അത് നല്ല ടൈറ്റായി നിൽക്കുകയെ. ഒരാൾ കെട്ടി കൊടുക്കുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് നിൽക്കും. അത് അങ്ങനെ കെട്ടാൻ അറിയില്ല. അപ്പോൾ സിനേട്ടൻ ഇവിടെ വന്നതിന് ശേഷം സിനേട്ടൻ തന്നെ ഷൂ ഒക്കെ കെട്ടി കൊടുക്കുക. അപ്പോൾ അതൊരു നല്ല ഉറപ്പുള്ള പോലെയാണ്. പെട്ടെന്ന് അഴിഞ്ഞു പോകില്ല. ഓളാണെങ്കിൽ അത് പെട്ടെന്ന് ആ കയറിങ്ങനെ അഴിഞ്ഞു പോകും. അപ്പോൾ ഓള് ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. സിനേട്ടൻ വണ്ടിയായിട്ടും ഇറങ്ങി. അപ്പോൾ വണ്ടിയിൽ കയറാനുള്ള പരിപാടിയൊക്കെയാണ്. അവിടെ പോയി റോട്ടുമ്മിൽ നിൽക്കും. വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് സിനേട്ടൻ റോട്ടുമ്മിലേക്ക് എത്തിയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറും. അങ്ങനെ നന്ദു കോളേജിലേക്കും സിനേട്ടൻ പണിക്കും പോവുകയാണ്. നന്ദുവിന് പിന്നെ ഉച്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതേ ഉച്ച വരെയൊക്കെ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ നന്ദു ഒരു 4:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. അങ്ങനെ സിനേട്ടനും നന്ദുമോളും പോയി. ഇനിയാണ് അടുത്ത പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ളത്. അപ്പോഴേക്ക് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ക്ലീനിങ് പഠിച്ചോനെ. കട്ടിലും മാറ്റിയിടല്, അബീൻ്റെ കട്ടിൽ മാറ്റിയിടല്, അമ്മൻ്റെ കട്ടിൽ, നന്ദുവിൻ്റെ കട്ടിൽ മാറ്റിയിടല്, പണിയോട് പണി. ഞാൻ അടുക്കളയിൽ ചോറും കറിയും വെക്കുമ്പോൾ അമ്മ പറയാം, ഞാനിവിടെ ഇത്ര നേരം പണിയെടുത്തിട്ട് ഇജൊന്ന് വന്ന് നോക്കണില്ലല്ലോ. അപ്പം ഞാൻ ക്യാമറ ആയിട്ടൊന്ന് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര പണിയില്ല. അങ്ങനെ കട്ടിലിൻ്റെ ചോട്ടിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് എത്തൂലല്ലോ ചൂലൊന്നും. അപ്പോൾ എത്തനോടെ മൊത്തം അടിച്ചേരി ശരിയാക്കണതാണ്. അപ്പം അമ്മ കട്ടിലൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു ഉഷാറാക്കി പണി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വന്ന് വീഡിയോ എടുത്ത് അപ്പോഴേക്കും എൻ്റെ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ ഏകദേശം റെഡിയായി. ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തുന്നു കേട്ടോ. അപ്പോൾ വേഗം പണി കഴിച്ചാൽ കുറച്ച് നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്കിന്ന് കേബേജ് ഉപ്പേരി, ഇന്നലെ രാത്രി കൊണ്ടുവന്ന അയിലക്കുട്ടികളുണ്ട്. അതൊക്കെ ഞാൻ എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി. ഇനി കേബേജ് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ കേബേജ് ഒന്ന് മുറിച്ചെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഉച്ചത്തേക്കും രാത്രിത്തേക്കും കൂടിയുള്ള ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് മുറിക്കാൻ നിൽക്കുന്നത്. ഇപ്പം അമ്മ അവിടെ നല്ല തകൃതിയായ പണിയിലാണ്, അടിക്കലും തുടക്കലൊക്കെ ആയിട്ട്. അമ്മയ്ക്ക് 2 ദിവസമായിട്ട് പണിയില്ല. അതുകൊണ്ട് വീട്ടിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഓരോരോ പണികളിങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കേബേജ് ഇങ്ങനെ പൊളിച്ച് ഒന്ന് മുറിച്ച് നോക്കിയാലോ വിചാരിച്ചിട്ട് ഇങ്ങനെ അധികം ഞാൻ മുറിക്കലില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നേ അനീഷേട്ടൻ മരിച്ചതിന് ശേഷം പിന്നീട് ഞാനൊരു വീട്ടു ജോലിക്ക് പോയല്ലോ. ആ വീട്ടിൽ അവരിങ്ങനെയാട്ടോ കേബേജ് മുറിക്കുക. അപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ എന്താ പറയുക, മുറിക്കാനും നല്ലൊരു സുഖമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ച് അതൊന്ന് ഉപ്പിട്ടൊക്കെ കഴുകിയിട്ട് എടുത്തതാട്ടോ. ആ വീട്ടിൽ അങ്ങനെ ഒരു ചെയ്യൽ. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനാണ് അവിടെ അത് മുറിച്ച് കൊടുക്കലൊക്കെ. അങ്ങനെ നമ്മളെ കേബേജ് മുറിക്കാൻ കത്തി ഒന്ന് മൂർച്ചയാക്കി എടുക്കുക കേട്ടോ. കത്തി മൂർച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കത്തിക്ക് എപ്പോഴും മൂർച്ച വേണം, അതൊരു രസമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ. അത് മുറിച്ചിട്ട് വേണം അയില മുറിക്കാനും കറി വെക്കാനും ഒക്കെ പണിയുണ്ട്. അപ്പോൾ ഇന്ന് കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട മാക്സി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വിചാരിക്കും. കാരണം ഞാൻ ഇന്ന് കുളിച്ചില്ല. അടുക്കള പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരുമ്പി കുളിക്കാൻ ഇറങ്ങാൻ വിചാരിച്ചിട്ടാട്ടോ ഇത് വേഗം തീർക്കണത്. അപ്പോൾ നമുക്കൊരു വ്ളോഗ് കൊടുക്കാം. രാവിലെ തന്നെ കുളി കണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ പണികൾ മുഴുവൻ കഴിയുമ്പോഴേക്ക് ആകെ നാശമാകും. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പലും കുളിയും കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്തണ്ട് ഇരിക്കാമല്ലോ. അങ്ങനെ ഞാനിത് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം ഒരുപാട് ബാഡ് കമൻറ്റ് വരൽ തുടങ്ങിയിട്ട് നമ്മളെ ലൈവിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടായിരിക്കില്ല അല്ലേ, ലൈവിൽ വരുന്നവരൊക്കെ. അപ്പം ഭയങ്കരമായിട്ടുള്ള ആക്രമണമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മളെ ചാനൽ കെട്ടിപ്പൂട്ടിക്കാനുള്ള എന്തോ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതതിൻ്റെ വഴിക്ക് കിടക്കട്ടെ, നമ്മളതിൻ്റെ പിന്നാലെയൊന്നും ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ കട്ടിൽ പിടിച്ചിടാൻ വേണ്ടി വിളിച്ചിട്ടോ. അബീൻ്റെ കട്ടിലാണത്. അബി ആ കട്ടിൽമേലാട്ടെ കിടക്കുക. അമ്മയും നന്ദുമോളും അബിയും കിടക്കുന്ന റൂമാണത്. അബീൻ്റെ ഒരു കട്ടിൽ, പിന്നെ അമ്മയും നന്ദുമോളും അപ്പുറത്തെ കട്ടിലാട്ടെ കിടക്കുക. അങ്ങനെ അമ്മ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ഇവിടെ റൂമൊക്കെ അടിച്ചേരി തുടയ്ക്കണൊക്കെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും വന്ന് ഇതൊക്കെ പിടിച്ചിട്ട് കൊടുക്കാനും ഇതിനൊക്കെ വരികയാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടി വീട്ടിലുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ പണി എടുക്കുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് അങ്ങോട്ട് തീരും അല്ലേ. ഒറ്റയ്ക്കാകുമ്പോൾ എത്ര വലിപ്പിച്ചാലും തീരൂല. ആ സമയമാകുമ്പോഴേക്ക് ലൈവ് ഇടണം, ആ ഉച്ച സമയമാകുമ്പോഴേക്ക് പെട്ടെന്ന് തീർക്കാൻ നോക്കിയാലും എങ്ങനെയെങ്കിലും വേഗം തീർത്ത് ആ സമയമാകുമ്പോഴേക്ക് ലൈവിലേക്ക് വരണതാ. അങ്ങനെ കട്ടിലൊന്ന് നേരെ പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ബെഡ് ഉണ്ടോ, അതിൻ്റെ ബെഡാണ് ആ ചോപ്പ് കേട്ടോ. അത് ഇനി ഇതിലേക്ക് എടുത്തിട്ടാൽ സെറ്റാകുള്ളൂ. അപ്പോൾ ഓൻ്റെ ബെഡ്ഷീറ്റ് മാറ്റുക,
തലയണ മാറ്റി അതൊന്നും ഇഷ്ടമല്ല. ഓന് ഇഷ്ടമുള്ള ബെഡ്ഷീറ്റും ഇഷ്ടമുള്ള തലയണ കവറും മാത്രം വിരിച്ചാലേ ഓൻ കിടക്കുള്ളൂ. ഓൻ അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട്. മുമ്പൊക്കെ ഇഷ്ടമുള്ള ബെഡ്ഷീറ്റും തലയണ കവറൊന്നും അതിമിടാൻ പറ്റില്ല. ഓന് ഈ പോളിസ്റ്ററിൻ്റെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. കോട്ടൺ വേണം. ഓനതാണ് ഇഷ്ടം. അപ്പം അത് നോക്കിയിട്ടാണ് അമ്മ ഓന് വിരിക്കുക. കോട്ടൻ്റെ തലയണ കവറും കോട്ടൻ്റെ ബെഡ്ഷീറ്റും ഒക്കെയാണ് ഓന് വിരിക്കുക. അല്ലെങ്കിൽ ഓനത് ഊരും. ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഊരി മാറ്റും. എന്തായാലും അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് അകത്തത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ കൊലായി കഥ തുടയ്ക്കുന്നുണ്ട്. അവിടെ തുടച്ച് കഴിഞ്ഞിട്ടോ. ഇനി കൊലായി തുടച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ മൊത്തത്തിൽ എല്ലായിടത്തും തുടയ്ക്കാനൊക്കെ ഉണ്ട്. അടിച്ചേരലും തടിക്കലും ഒക്കെ ഉണ്ട്. ഇന്നൊരു ഭയങ്കര പണി തന്നെയാണ്. അപ്പം എൻ്റെ കറി വെക്കലൊക്കെ അവിടെ നിൽക്കുകയാണ്. ഞാൻ അമ്മ പണിയെടുക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ട് അമ്മൻ്റെ പിന്നാലെ നടന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെയിലിനും ലേശൊരു മങ്ങിച്ചൊക്കെ ഉണ്ട്. ഒരു മൂടലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്നാലും സിറ്റ് ഔട്ട് വേഗം തുടച്ചിട്ടാകുമ്പോഴേക്ക് ഇവിടെ കസേര ഇട്ടിട്ടെങ്കിലും വന്നിരിക്കാമല്ലോ വിചാരിച്ചിട്ട് ആദ്യം സിറ്റ് ഔട്ടാട്ടോ തുടയ്ക്കുക. പിന്നീടാണ് അകവും കൊലായോ അകവും അടുക്കളൊക്കെ തുടയ്ക്കുള്ളൂ. നന്ദുമോളായാലും ഇങ്ങനെ തന്നെയാണ്. ആദ്യം തുടയ്ക്കുക സിറ്റ് ഔട്ടാണ്. അമ്മ അവിടെ തുടയ്ക്കട്ടെ, അമ്മക്ക് ഇവിടെ അടുക്കളയിലെ പണി അങ്ങോട്ട് തീർക്കാം. അപ്പോൾ എനിക്ക് ഇനി കുറച്ചുകൂടി ഇത് അരിഞ്ഞെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതും അരിയലൊക്കെ കഴിഞ്ഞ് ചോറ് അപ്പോഴേക്ക് വെന്ത് ഇനി ചോറ് ഊറ്റണം. അപ്പോഴേക്കും അമ്മ അകമൊക്കെ അടിച്ച് തുടയ്ക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് എത്തിന് തുടയ്ക്കലൊക്കെ. അപ്പോൾ ചോറ് വെന്ത് റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളയിൽ കുറച്ച് പാത്രം നിരന്ന് കിടക്കുന്നുണ്ട്. കാരണം ഓരോരോ ആവശ്യത്തിന് എടുക്കുന്ന പാത്രങ്ങളാണേ. അപ്പോൾ അത് ഓവറായിട്ട് മാറ്റി വയ്ക്കാനുള്ള വലിയ സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ചെറിയ അടുക്കള ആയതുകൊണ്ട് ഒരു 2 പാത്രം അവിടെ വെച്ചാലും തോനെ പാത്രമുള്ള അരി തോന്നും. ഇത് അതിനത്രയും പാത്രമൊന്നും ഇല്ലേനും. അങ്ങനെ ചോറ് ഊറ്റിയിടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിറകും വെച്ച് കൊടുത്തണം, വേഗം ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ അതിലേക്ക് ഇനി ചോറൊക്കെ ഊറ്റിയിടണം. നമുക്ക് 2 നേരത്തിനുള്ള ചോറാണ് കേട്ടോ. 1 നേരത്തിനുള്ളതല്ല, 2 നേരത്തിനുള്ളതാണ്. ഇനി നമുക്ക് ഈ അടുപ്പത്ത് ഉപ്പേരിക്കും വെക്കാം. അപ്പം ഗ്യാസ് ലാഭിക്കൽ എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ. ചോറ് വെച്ച അടുപ്പത്ത് ഉപ്പേരി വെക്കുക, ഉപ്പേരി വെച്ച അടുപ്പത്ത് കറി വെക്കുക. അപ്പം വേഗം ചീനച്ചട്ടി കണ്ട് കഴുകിയെടുത്ത് വെച്ചിന് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ പൊട്ടിച്ച് കേബേജ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കട്ടെ അല്ലേ. പാപ്പുമോളെ കൊണ്ടുപോയി രാവിലെ കൂട്ടിലിട്ടതാണ് കേട്ടോ. കയറ്റിയിട്ടില്ല. പിന്നെ അവൾക്ക് ഇടയ്ക്ക് എന്താ പറയുക, റൂമിലേക്കൊക്കെ ഒന്ന് കയറണം, അടുക്കളയിലൊക്കെ ഒന്ന് വന്ന് നോക്കണം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഓളങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റും കേട്ടോ. ഇന്ന് പിന്നെ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാനൊക്കെ ആളുള്ളതുകൊണ്ട് കൂട്ടിൽ തന്നെ കിടക്കട്ടെ വിചാരിച്ച് അങ്ങനെ ആൾ കൂട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിവിടെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ് പണിയെടുത്ത് നടു ഒടിഞ്ഞ് ഊരവേനൊക്കെ എടുത്തിട്ട് വയ്യാന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുക, അയ്യോ എന്ത് പണി ഞങ്ങൾ എടുത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാം, തന്നെ ഞാൻ നല്ലോണം പണിയെടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചതാട്ടാ. അപ്പം ഞാൻ ക്യാബേജ് അതിലിട്ട് അപ്പോഴേക്കും അമ്മ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വന്ന് ചോറ് ഊറ്റി കഴിയാനായിന് കേട്ടോ. ഓവറായിട്ടൊന്നും ഇല്ല, ഏകദേശം അടി എത്തി തുടങ്ങിന്. അപ്പോൾ നമ്മൾ ക്യാബേജ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. വെളിച്ചെണ്ണയും കടുക്കും ഉപ്പും ഒക്കെ ഒരുമിച്ചാവണ്ടേ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, ഇനി ഉപ്പ് ഇടണം. അപ്പോൾ ഈ ക്യാബേജിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് മുറിച്ചിട്ടത് കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടണം കേട്ടോ. അപ്പോൾ ഇത് മക്കൾക്ക് ഇഷ്ടമാണ് ക്യാബേജിൻ്റെ ഉപ്പേരി, ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയൊക്കെ. പയറിൻ്റെ ഉപ്പേരി വല്ലാണ്ട് ഇഷ്ടമല്ല അബിക്ക് അധികം ഇഷ്ടം ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ്. അത് ഉണ്ടാക്കലുണ്ട്. എന്നാലും ഇപ്പോൾ ക്യാബേജ് ഉള്ളതുകൊണ്ട് ക്യാബേജ് ഉണ്ടാക്കിയെന്നുള്ളൂ. ഓനാണ് അന്ന് പച്ചക്കറികളൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ ഏകദേശം പച്ചക്കറികളൊക്കെ തീർന്നു തുടങ്ങി. ആൾ പോയി വാങ്ങുകയാണെങ്കിൽ ക്യാബേജും പയറും ബീട്രൂട്ടും കയ്പയും ഒക്കെ വാങ്ങും കേട്ടോ. ഒരുപാട് വാങ്ങും. ഓന് പച്ചക്കറി വാങ്ങാൻ പോയാൽ അങ്ങനെയാണ്. ഒരു 10-600 റുപ്യക്ക് കണക്കാക്കി പച്ചക്കറി വാങ്ങി വരും. കാരണം ഓൻ പണിയെടുത്ത പൈസയാകുമ്പോൾ ഓന് ഇഷ്ടമുള്ളത് വാങ്ങാമല്ലോ. അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി തരണം കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ ക്യാബേജ് ഉപ്പേരി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അമ്മ ചോറ് ഊറ്റി കഴിഞ്ഞ് ഇനി നമുക്ക് കറിയും വെക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ മീനും മുറിക്കണം. ഇതൊക്കെ തന്നെയല്ലേ ഡെയിലി പണിയില്ലേ. എല്ലാവരുടെ വീട്ടിലുള്ള പണികളത്. പക്ഷെ നമ്മളിങ്ങനെ ഈ ഡെയിലി വ്ളോഗ് ഇടുമ്പോഴേ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല കേട്ടോ. കാരണം എന്നും അടുക്കളയിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളെന്താണ് അന്ന് തിന്നാൻ ഉണ്ടാക്കുന്നത് ആ സാധനങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ചിലവർക്ക് അതൊന്നും അങ്ങോട്ട് ദഹിക്കൂല. എന്നാലും വ്ളോഗാക്കിയിട്ട് ഇടാനും കാണാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇട്ടാൽ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ചില കൂട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ ഈ വ്ളോഗ് ഇടാൻ വീണ്ടും ഇപ്പം താല്പര്യം കാണിച്ചു തുടങ്ങിയത് കേട്ടോ. അപ്പം നമ്മളെ ഉപ്പേരി ആയപ്പോൾ ഇനി ഈ ചെമ്പും വെള്ളം അങ്ങോട്ട് കയറ്റിച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ അടുപ്പത്തെ പുക പോയിട്ട് ആകെ ചുമര് കരി പിടിക്കും. ഇനി കരി പിടിക്കാനില്ല, മൊത്തത്തിൽ പുക പിടിച്ചിട്ട് ആകെ കരിയാണ് അടുക്കള. അപ്പം ഇനി ഈ വെള്ളം ഒന്ന് അപ്പോഴേക്ക് ചൂടായിക്കോട്ടെ. അപ്പോഴേക്ക് നമുക്ക് മീൻ മുറിച്ചെടുക്കാം.
അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളം അപ്പോഴേക്ക് റെഡിയാകും. ഇനി മീൻ മുറിച്ചിട്ട് വേണം നമുക്ക് ഈ അടുപ്പത്ത് തന്നെ വീണ്ടും കറിയൊക്കെ വെക്കാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് തീ ഒന്നുകൂടി കത്തിച്ചെടുക്കുക. അത് കത്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അടുപ്പത്ത് വെച്ചെടുത്ത വെള്ളത്തിൻ്റെ ഇത് മൊത്തം അവിടെ ചിന്തി. അപ്പോൾ അതൊക്കെ ഒന്ന് തുണിയെടുത്ത് തുടയ്ക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എന്താക്കി, മീനൊക്കെ മുറിച്ച് സെറ്റാക്കിനെ. അപ്പം ഇനി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിന് തീയൊക്കെ പിടിപ്പിച്ചിന് കേട്ടോ. അയില കുട്ടികളാന്ന് പറഞ്ഞല്ലോ, ഇനി അതൊന്ന് കറി വെച്ചെടുക്കണം. അപ്പം ചട്ടിയൊക്കെ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഇനി അതൊന്ന് മൂപ്പിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടതൊന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലേ. അങ്ങനെ ഇനി മീൻ പൊരിക്കണം കേട്ടോ, ഒരു 3-4 മീൻ പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറിയ രീതിയിലൊരു മസാല ഉണ്ടാക്കിയെടുക്കണം, ഒരു കൂട്ടുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ വല്ലാണ്ടൊന്നും വേറെ ഒന്നും ഇടൂല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഉപ്പ്, അത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് മീൻ മസാല ഒക്കെ ഇടലുണ്ട്. മീൻ മസാല തീർന്നു പോയി, അതിൻ്റെ ഓർമ്മയില്ല, വാങ്ങാൻ പറയാൻ എപ്പോഴും മറന്നു പോകും. അപ്പം അതൊക്കെ അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കുഴച്ചുണ്ടാക്കണതേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇടുന്നത്. അപ്പോഴേക്കും നമ്മളെ ചട്ടിയിലുള്ള ഉള്ളിയൊക്കെ അവിടെ വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നില്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കിട്ടില്ല, പച്ച ചുവയ്ക്കും അല്ലെങ്കിൽ പച്ച കടിക്കും. അപ്പോൾ അത് വഴറ്റാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു ഇത്തിരി പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ പിന്നെ അടി പിടിക്കാതെ അത് നല്ലോണം വഴന്ന് വരും. അങ്ങനെ നമ്മളെ കറീൻ്റെതും സെറ്റായപ്പോൾ അതിലേക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കറി വെക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടി കിടക്കട്ടെ. മല്ലിപ്പൊടി അധികം അങ്ങനെ കറിയിൽ ഇടലില്ല കേട്ടോ, അപ്പോൾ മല്ലിപ്പൊടി ഉള്ളതുകൊണ്ട് ഇടുകയാണ്. അപ്പം മല്ലിപ്പൊടിക്ക് അങ്ങനെ പ്രാധാന്യം കൊടുക്കലില്ല, എപ്പോഴെങ്കിലൊക്കെ ചിക്കനൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രമേ മല്ലിപ്പൊടി ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ കറി ഏകദേശം മസാലകളൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം നല്ലോണം ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കറി വെക്കലുണ്ടോ? പല ഐറ്റംസിലും പലവരും കറി വെക്കൂലേ. കുടംപുളിയൊക്കെ ഇട്ടിട്ട്, ഇവിടെ കുടംപുളി ഇടൂല കേട്ടോ, ഇങ്ങനെ വാളംപുളിയാണ്. ഞങ്ങൾ ഈ നാട്ടിലേക്ക് അങ്ങനെ കുടംപുളി വല്ലാണ്ട് ഇല്ല, ഇവിടേക്ക് ഇങ്ങനെ വാളംപുളിയാണ്. നമ്മൾ ഈ ഇടുക്കി ഭാഗത്തേക്കൊക്കെ നല്ലോണം കുടംപുളിയല്ലേ, പിന്നെ ഏതൊക്കെ ഭാഗത്തേക്കാണ് അത് ഇടുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ കണ്ടത് അവിടെയാണ്, അവിടെ പോയിട്ടാണ് ഞാൻ അങ്ങനെ കൂട്ടിയത്. പിന്നെ ഒരു ദിവസം വയനാട്ടിൽ പോയ സമയത്തും അവിടെ നിന്നും ഇങ്ങനെ കുടംപുളി ഇട്ടിട്ടുള്ള കറി കൂട്ടിയൊരു ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിന് കേട്ടോ. അത് തിളച്ചിട്ട് വേണം ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഫോണിൽ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റില്ല കേട്ടോ. ഇനി കുറച്ച് തുണി തിരുമ്പാനൊക്കെ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരുമ്പാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് 1-2 വിറകിൻ്റെ ചെറിയ കൊള്ളികൾ കൊണ്ടുവന്ന് വെച്ചതാട്ടോ, ഒന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് അയില പൊരിക്കാൻ വേണ്ടി വരിഞ്ഞു വെച്ചതിലേക്കൊന്ന് മസാല തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊരിക്കണം. നമ്മളെ കറിയുമായി, ഉപ്പേരിയായി, ചോറുമായി. അപ്പോൾ ഇനി നമുക്ക് മീനും പൊരിക്കാനേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളത്തെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞെന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ചെറിയൊരു വ്ളോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. വ്ളോഗ് ചെയ്യാനും ഇടാനൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ഒരു ഭയങ്കര സന്തോഷമാണ്. ലൈവിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ലൈവിൽ വന്നിട്ട് കമൻ്റ് ഇടും, ഇങ്ങനെ വ്ളോഗ് കണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ്. കാരണം നമ്മൾ വലിയ ആർഭാടായ ജീവിത രീതിയുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മളിങ്ങനെ സാധാരണക്കാരാണ്. എന്നിട്ടും ഒരുപാട് അനാവശ്യങ്ങൾ പറയാൻ ഒരുപാട് ആൾക്കാർ നമ്മളെ ലൈവിലും കയറി വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഓരവിടെ നിന്ന് പറഞ്ഞു പോയി കേട്ടോ. ഓല് പഠിച്ചതേ പാടുള്ളൂ പറഞ്ഞാൽ ഓല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 10 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. മൈൻഡ് ചെയ്യാൻ പോയാൽ പിന്നെ അതിനേ നേരം ഉണ്ടാവുള്ളൂ. എന്തായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോട്ടെ വിചാരിച്ച്. പിന്നെ ഓവറായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെതിരെ നിയമ നടപടിക്കൊക്കെ പോകണം. അധികം അങ്ങോട്ട് വിളച്ചിൽ തുടങ്ങിയാൽ പിന്നെ അത് വല്ലാണ്ട് വെച്ച് പൊറുപ്പിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറും. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടോ. അയിലയാന്ന് പറഞ്ഞാൽ ഒരു 4-5 എണ്ണമായി പൊരിക്കണുള്ളൂ കേട്ടോ. രാത്രിയാണല്ലോ എല്ലാവരും ഉണ്ടാവും, അപ്പോൾ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി തിന്നാമെന്ന് വിചാരിച്ചിട്ടാണ് പൊരിക്കണതൊക്കെ. ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് എടുക്കൂല, കാരണം എല്ലാവരും മക്കളായാലും സിനേട്ടനായാലും അമ്മയൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ വരിക. അങ്ങനെ നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയൊക്കെ അമ്മ അടിച്ചേരി തുടച്ച സ്ഥലമാണ്, പക്ഷെ ഒന്നുകൂടി അവിടെ പൊടികളൊക്കെ ആയിട്ടോ. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്ക്
ഒരു ഇതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചേരി ഒന്ന് സെറ്റാക്കുകയാണ്. തുടച്ച് കഴിഞ്ഞാലും ഇങ്ങനെ അടിച്ചേരി കഴിഞ്ഞാൽ ഒരു വൃത്തിയാട്ടോ. എനിക്ക് ആദ്യം ഉണ്ടാകും സ്വഭാവം, ഞാൻ എല്ലായിടത്തും അടിച്ചേരി തുടച്ച് കഴിഞ്ഞാലും ആ തുടച്ചോടത്ത് ഒന്നുകൂടി അടിക്കും. അപ്പോൾ ആ തുടയ്ക്കുമ്പോൾ ഉണ്ടായ പൊടികൾ വരെ അങ്ങോട്ട് പോരും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. അതുപോലെ എപ്പോഴും ഒന്ന് ചെയ്തതാണ്. പിന്നെ വിറകിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കട്ടെ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് വീഡിയോ കണ്ടോളി, കമൻറ്റൊക്കെ ഇട്ടോളി. നമുക്ക് അതിനനുസരിച്ച് എന്താ പറയുക റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട്. കൂടെ കമൻറ്റ് ഇടണം, ലൈക്ക് അടിക്കണം. പിന്നെ ഈ വീഡിയോ ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർ ഷോർട്സ് ഒന്ന് പോയി കാണുക. ഷോർട്സിലൊരു കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ആരൊക്കെയാണ് വീഡിയോ കാണുന്നതെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. പിന്നെ പറ്റുമെങ്കിൽ രാത്രിയത്തെ 8 മണീൻ്റെ ലൈവിലും ഉച്ചകത്തെ 2 മണീൻ്റെ ലൈവിലൊക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളും ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ ഏകദേശം നമ്മൾ മീൻ പൊരിച്ചത് റെഡിയായി. അത് പാത്രത്തിലേക്കൊക്കെ മാറ്റി ഇനി കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടോ. ഞാൻ കുറേ ആയിട്ട് ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിക്കലേ. എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഈ വെള്ളം നല്ലോണം ചൂടായി വന്നോളൂ. ചൂടുവെള്ളത്ത് കുളിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പച്ചവെള്ളം അലർജി കേട്ടോ. പച്ചവെള്ളത്ത് കുളിച്ചാൽ മേലാസകലിങ്ങനെ ഭയങ്കരമായിട്ടൊരു ചൊറിച്ചിൽ വരും. അത് എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചൊറിച്ചിലാണ്. അപ്പം 10-20 വർഷത്തോളമായി ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കലും മെഡിമിക്സ് സോപ്പ് ഉപയോഗിക്കലൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് വേറെ സോപ്പുകളൊന്നും വല്ലാതെ പറ്റൂല. അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സോപ്പ് കാരക്കൂട്ട് കൂടുതലില്ലാത്ത സോപ്പും ഈ ചൂടുവെള്ളവും ഒക്കെ ഒന്ന് പച്ചവെള്ളത്തിൻ്റെ ആ തണുപ്പൊന്ന് മാറ്റിയിട്ട് നേരിയ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ നേരിയ ചൂടുവെള്ളം ഒന്നുമില്ല, നമ്മളെ പണി കഴിയുമ്പോഴേക്കും ആ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരും. പിന്നെ നമ്മൾ വലിയ ബക്കറ്റിൽ കൊണ്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ പൈപ്പും തുറന്നിട്ടാൽ പിന്നെ നമ്മളെ വെള്ളം സാധാ നേരിയ ചൂടായിക്കോളും. അപ്പോൾ തലയിലേക്കായാലും മേലേക്കായാലും വെള്ളം അടിപൊളിയായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുക. അത് ഏത് തണുപ്പായാലും ഏത് ചൂടുകാലമായാലും ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ കുളിക്കുക. അതിപ്പം സിനേട്ടൻ്റെ വീട്ടിലൊക്കെ പോയാലും അവിടെയും പോയാലും ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക. എവിടെ പോയാലും ഞാൻ വെള്ളം ചൂടാക്കും. എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കണത് തീരെ പറ്റില്ല. അങ്ങനെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി ലാസ്റ്റ് 2-3 പാത്രം ഉണ്ടേനി അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഏകദേശം പണി കഴിഞ്ഞ്. ഇനി നമുക്ക് തുണി തിരുമ്പാണ്ട്. അപ്പോഴേക്കും അമ്മ തുണി തിരുമ്പാൻ കൊണ്ട് പോയിട്ടോ. അപ്പോൾ അമ്മ തിരുമ്പാനും പോയി. എൻ്റെ അടുക്കളയിലെ പണി ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ലൈവ് ഇടണം. അതിന് മുന്നേ എനിക്ക് കുളിക്കണം, ചോറ് തിന്നണോ ഒക്കെ ഉണ്ട്. കുറച്ച് നേരം ഇരിക്കാനുള്ള സമയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം തുണി കുറച്ച് മിഷനിലിടാമെന്ന് വിചാരിച്ചതിന് പിന്നെ അമ്മ മൊത്തത്തിൽ എടുത്തുകൊണ്ടുപോയി കല്ലുമ്മ കൊണ്ടുവച്ച് തിരുമ്പുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ 2 ആളുണ്ടാകുമ്പോൾ നമുക്ക് 2 ആളും ഒരുപോലെ പണിയെടുത്താലും നമ്മൾ പണിയൊക്കെ അങ്ങോട്ട് കഴിയും. അങ്ങനെ ഞങ്ങളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. ഇനി വേറെ പണികളൊന്നും ഇല്ല. ഇനി വൈകുന്നേരം സ്നേട്ടൻ വരുമ്പോൾ മീനൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ അത് നാളേക്ക് വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻ്റായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വലിയ വിശേഷങ്ങളൊന്നുമല്ല, ചെറിയ വിശേഷങ്ങളൊക്കെയാണ്. നമ്മളെ വീട്ടിലെ കാര്യങ്ങളും അടുക്കളയിലെ ചെറിയ ചെറിയ വ്ളോഗും ഒക്കെയാണ്. വ്ളോഗൊക്കെ ആയിട്ടാണ് എല്ലാവരുടെ ഇടയിലേക്കും വരുന്നത്. അപ്പം കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടായിക ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല, കുറേ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ്. ഒരു യൂട്യൂബ് ചാനലാകുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും അല്ലേ. തളർത്താനും ഉണ്ടാവും, കൈപിടിച്ച് ഉയർത്താനും ഉണ്ടാവും ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഇനിയിപ്പം വൈകുന്നേരമാണ് ഞാനിതിന് വോയിസൊക്കെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കണം. ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയാണ്, ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നായ്ക്കുട്ടികൾക്കൊന്ന് വേഗം ചോറൊക്കെ കൊടുക്കണം, എന്നിട്ടൊന്ന് കുളിക്കണം. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ, സി യു ഗൈസ്.